ഈ രണ്ട് സഹോദരിമാർ എന്ത് തെറ്റാണ് ചെയ്തത്? അവർ മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നതായി ആരോപണമുണ്ടെന്ന് കരുതുന്നു. നിർബന്ധിച്ച് അല്ലെങ്കിൽ ശക്തി ഉപയോഗിച്ച് പറ്റിച്ച് എങ്ങനെയെങ്കിലും കടത്തിക്കൊണ്ടു പോകാനുള്ള പരിപാടികളെ അതിനെ എതിർക്കുന്ന, അതിനെ ഇല്ലാതാക്കുന്ന നിയമമാണ് നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിൽ, അതായത് പഴയ IPC ഉണ്ടായിരുന്നത്. നമസ്കാരം. മതപരിവർത്തനം ആരോപിക്കപ്പെട്ട് ഛത്തീസ്ഗഡിൽ ജയിലിലടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകളുടെ മോചനം ആവശ്യപ്പെട്ട് കേരളത്തിലുടനീളം പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു സമരത്തിൻ്റെ കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തമ്മനം കാരണക്കോടം സെൻറ്റ് ജൂഡ് ചർച്ചിന് മുന്നിലാണ്. ഇവിടെ വളരെ വ്യത്യസ്തമായൊരു സമരം നടക്കുകയാണ്. നമുക്ക് ആ കാഴ്ചകളൊന്ന് കാണാം. ഒന്ന് മനുഷ്യ കള്ളക്കടത്താണല്ലേ, മനുഷ്യക്കടത്ത്. രണ്ടാമത് നിർബന്ധിത മതപരിവർത്തനമാണ്. വളരെ രാജ്യദ്രോഹ കുറ്റം ഉള്ള ഒരു കാര്യമാണ് ഈ മനുഷ്യ കള്ളക്കടത്തൊക്കെ പറഞ്ഞാൽ. നന്മ മാത്രം ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് സിസ്റ്റേഴ്സ് എന്തിനാണ് മനുഷ്യ കള്ളക്കടത്ത് നടത്തുന്നതിനെക്കുറിച്ച് നമുക്ക് എങ്ങനെ വിചാരിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല. നിർബന്ധ മതപരിവർത്തനം ഒരിക്കലും സഭയുടെ ഒരു ലക്ഷ്യവുമല്ല. പക്ഷേ സുവിശേഷം പ്രഘോഷിക്കുക, മറ്റുള്ളവർക്ക് പകരുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ കടമയാണ്. അത് സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. അതാരെയും പ്രലോഭിപ്പിച്ചോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയൊന്നുമല്ല ചെയ്യുക. ഈശോ നമ്മെ സ്നേഹിക്കുന്നു, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ വലിയ സുവിശേഷം മറ്റുള്ളവർക്കായിട്ട് നമ്മൾ കൊടുക്കുക. അതെങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നുള്ളതാണത്. മറ്റുള്ളവർക്ക് അപ്പമായിട്ട് കൊടുക്കുന്നു, മറ്റുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ എത്തിക്കുന്നു. അങ്ങനെ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ, പരോപകാര പ്രവർത്തനങ്ങളിലൂടെ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ, ആരോഗ്യ മേഖല പ്രവർത്തനങ്ങളിലൂടെയൊക്കെ അങ്ങനെ ഉത്തരേന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതനിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് എന്തുമാത്രമാണ് ഈ മിഷണറിമാർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും വൈദികരും ഒക്കെ അധ്വാനിച്ചിട്ടുള്ളതൊക്കെ ഒരിക്കലും വിസ്മരിക്കാവുന്ന കാര്യമല്ല. ഞാൻ പുല്ലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെയൊക്കെ ലാത്തൂര് ഭൂകമ്പവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ റിലീഫ് വർക്കിനായിട്ട് പോയത് ഓർമ്മയുണ്ട്. ആ സമയത്ത് ഗുജറാത്തിൻ്റെയൊക്കെ അങ്ങേയറ്റത്ത് അതിർത്തികളിലൊക്കെ കഴിയുന്ന ജനങ്ങൾ വെള്ളമില്ല, വെളിച്ചമില്ല, വെറുതെ ഒരു കൂരയുണ്ടോ എന്ന് ചോദിച്ചാൽ കൂരയുണ്ട്. അങ്ങനെയൊക്കെ ഒരു മണലാരണ്യത്തിൽ വെറുതെ മനുഷ്യർ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറമുള്ള ദയനീയാവസ്ഥ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഉദ്ധരിക്കുക, അവർക്ക് അവരുടെയൊക്കെ മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുത്തൊക്കെ സമൂഹത്തിൻ്റെ മുഖ്യശ്രേണിയിൽ കൊണ്ടുവരിക, ഇതൊക്കെയാണ് തീർച്ചയായിട്ടും നമ്മുടെ സുവിശേഷ പ്രവർത്തനം വഴി മിഷണറിമാർ അവിടെ ചെയ്യുക. പക്ഷെ അതുവഴി ഉണ്ടാകുന്ന വളർച്ച തീർച്ചയായിട്ടും അവിടെയുള്ള പലർക്കും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, കാസ്റ്റ് സിസ്റ്റമിൻ്റെ ജാതി വ്യവസ്ഥ, ഒരു ട്രൈബിന് മറ്റു ട്രൈബിനെ കാണാൻ പാടില്ല, അത്തരത്തിലുള്ള ജാതിയുടെയൊക്കെ അല്ലെങ്കിൽ ഓരോ കാസ്റ്റിൻ്റെയൊക്കെ ഇട്ടാവട്ടത്തിൽ മാത്രം ജീവിച്ച് തീർക്കുന്ന ആളുകൾ നമുക്കറിയാം. എത്രയോ സാധാരണ ഉത്തരേന്ത്യയിൽപ്പെട്ട ആളുകളൊക്കെയാണ് ഇവിടെ വന്ന് നമുക്ക് ജോലി ചെയ്യുന്നത്. അവിടെയൊക്കെ നിസ്സാരപ്പെട്ടൊരു 100 രൂപ 200 രൂപയ്ക്ക് പോലും ജോലി ചെയ്യുന്നവർക്ക് ഇവിടെ 1000 രൂപയും 1200 രൂപയും കിട്ടുമ്പോൾ അവർക്കത് ഗൾഫ് പോലെയാണത്. ഇതുമാത്രം സ്വാതന്ത്ര്യമാണ്. അവിടെ ജന്മിയിൽ ഒരു ദിവസം മുഴുവൻ എല്ലുമുറുകി പണിയെടുത്താൽ വൈകിട്ട് ചെന്ന് ഓച്ചാനിച്ച് നിൽക്കുമ്പോൾ 10-200 രൂപ കയ്യിലേക്ക് കൊടുക്കുന്നു. ഈ ജന്മിയുടെ വീട്ടും അല്ലെങ്കിൽ തെറിയും തേപ്പും ഒക്കെ അവർ ഏൽക്കേണ്ടി വരും. മനുഷ്യ ജന്മങ്ങൾ അങ്ങനെ ഏറ്റവും ഒരു ഡിഗ്നിറ്റി, അന്തസ്സില്ലാതെ ജീവിക്കുന്ന അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ അസ്വസ്ഥപ്പെടുന്നു. കാരണം അവരൊക്കെ വളർന്ന് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുമ്പോൾ പലതിനെയും ചോദ്യം ചെയ്യും. അതൊക്കെ വലിയ അസ്വസ്ഥതയുണ്ടാക്കും. അപ്പോൾ ഈ വോട്ട് ബാങ്ക് വലിയ പ്രശ്നങ്ങൾ ഭരിക്കുന്ന പാർട്ടിക്കും അവരുടെ സംഘടനകൾക്കും ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ബജരംഗദൾ പോലെയുള്ള വർഗീയ സംഘടനകൾ തീർച്ചയായിട്ടും ഇത്രയേറെ ആക്രമണങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തും അഴിച്ചുവിടുക. അതിൻ്റെ അവസാനത്തെ ഇരകളാണ് തീർച്ചയായിട്ടും നമ്മുടെ രണ്ട് സിസ്റ്റേഴ്സ്. ഒരു സ്റ്റാൻ സ്വാമി ജെസ്യൂട്ട് അച്ഛൻ എങ്ങനെയാണ് ജയിലിലേക്ക് മരിച്ചത് നമുക്കറിയാം.
എന്തുമാത്രമാണ് ആ ഒരു വയോധികനായ ഒരു വൈദികനെ നിഷ്കരണം അങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊന്നത്. ഇതാണ് ഭരണകൂട ഭീകരത എന്ന് പറയുക. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അവസാനത്തെ ഇരകളായിട്ട് നമ്മുടെ 2 സിസ്റ്റേഴ്സ് ജയിൽ അടയ്ക്കപ്പെട്ടപ്പോൾ നമുക്കും രോഷമുണ്ട്. സുവിശേഷം നമുക്ക് തരുന്ന ധൈര്യമുണ്ട്. അതിനുള്ള അന്യായങ്ങൾക്കെതിരെ പ്രതികരിക്കാനായിട്ട് തീർച്ചയായിട്ടും ആ പ്രതികരണങ്ങളും പ്രതിഷേധവുമാണ് ഈ ദിവസങ്ങളിലൊക്കെ കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും നമ്മൾ കാണുക. നമ്മുടെ രൂപതയും അത്തരം പ്രതിഷേധം പ്രകടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ അത്രയും ജനസാഗരമാണ് അവിടെ ഒരുമിച്ച് കൂടിയത്. ആ പ്രതിഷേധങ്ങളൊക്കെ തീർച്ചയായിട്ടും അതിനൊക്കെ അനുരണനങ്ങളുണ്ട്, അതിനൊക്കെ ഫലങ്ങളുണ്ട്. ഇതൊന്നും മിണ്ടാതിരുന്നാൽ കിട്ടാത്തത് ഇല്ല. നമ്മൾ മിണ്ടുമ്പോൾ, പ്രതിഷേധിക്കുമ്പോൾ, നമ്മൾ ശബ്ദമുയർത്തിക്കുമ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും വളരെ അസ്വസ്ഥപ്പെടുത്തും. അതൊക്കെ അനുകൂലമായി തീരുമാനങ്ങൾക്ക് തീർച്ചയായിട്ടും വാർഡ് നടത്തുന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രാർത്ഥനയ്ക്കൊപ്പം ഇങ്ങനെയുള്ള പ്രതിഷേധ കാര്യങ്ങൾ നമ്മുടെ ലക്ഷ്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടുന്നു. സ്നേഹ ബഹുമാനപ്പെട്ട ഷിനോച്ച, തോമസ് അച്ച, ട്രസ്റ്റീസ്, വൈസ് ചെയർമാൻ, അഡ്വക്കേറ്റ് സക്കറിയ മ്യാലി, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ പ്രിയപ്പെട്ട 2 സിസ്റ്റേഴ്സ്, സിസ്റ്റർ പ്രീതി ആൻഡ് സിസ്റ്റർ വന്ദന എന്നിവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ്. ഈ 2 സഹോദരിമാർ എന്ത് തെറ്റാണ് ചെയ്തത്? നിർബന്ധിത മനുഷ്യക്കടത്ത്, മതപരിവർത്തനം, ഇതെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഈ സഹോദരിമാർക്ക് ലഭിക്കേണ്ടതായ മൗലിക അവകാശങ്ങൾ നിഷേധിച്ച് നമ്മുടെ ഭരണകൂടം ഈ സഹോദരിമാരെ കൽത്തുറങ്കിൽ അടച്ചിട്ട് ഇന്ന് 8 ദിനങ്ങൾ പൂർത്തിയാകുന്നു. ഈ അനീതിക്കെതിരെ നമ്മൾ ഓരോരുത്തരും ശബ്ദമുയർത്തേണ്ടതുണ്ട്. ഭരണഘടന നമുക്ക് നൽകുന്ന അടിസ്ഥാന അവകാശങ്ങൾ, മതേതരത്വം, ഇതെല്ലാം കാറ്റിൽ പറപ്പിച്ച് വെറും കേവലമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ മുൻനിർത്തി പ്രവർത്തിക്കുന്നവരുടെ നേരെ നമ്മൾ ഇന്ന് ശബ്ദമുയർത്തണം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നതാണ് നമ്മുടെ ജുഡീഷ്യറി തത്വം അടിസ്ഥാനമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് ഇന്ന് ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. ആതുര സേവന രംഗത്ത് വളരെ ശ്രദ്ധേയമായിട്ട് നമ്മുടെ സിസ്റ്റേഴ്സ് പ്രവർത്തിക്കുമ്പോൾ വിദ്യാഭ്യാസ ജനകീയമായിട്ട് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ഈ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ നാടിന് നമ്മൾ നൽകുന്ന സംഭാവനകൾ ഏറെ പ്രശസ്തമാണ്. യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചു സ്നേഹത്തിൻ്റെ പാഠം. ആ ഈശോയുടെ സ്നേഹത്തിൻ്റെ പാഠം ലോകത്തിലെങ്ങും പ്രഘോഷിക്കുകയാണ് നമ്മുടെ സഹോദരിമാർ അല്ലെങ്കിൽ നമ്മുടെ വൈദികർ ചെയ്യുന്നത്. ജാതി മതഭേദമന്യേ എല്ലാവർക്കും പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങളും പണിത് എല്ലാവരെയും വിദ്യാസമ്പന്നരാക്കി അറിവിൻ്റെ വെളിച്ചം പകർന്നു കൊടുത്തതാണോ ക്രൈസ്തവർ ചെയ്ത ദുരന്തം? അതിനു വേണ്ടിയിട്ടാണോ ഈ 2 സഹോദരിമാരെ അവർ ജയിലിൽ അടച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ തനിച്ചല്ല. നിങ്ങൾ ശബ്ദിക്കാതിരിക്കുമ്പോഴും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തും. നിങ്ങളുടെ കൈകൾ ബന്ധിക്കുമ്പോഴും ആ ചങ്ങലകൾ അഴിക്കാൻ ഞങ്ങൾ ഓടിയെത്തും. ഭരണഘടന നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ മൗലിക അവകാശങ്ങളും ഞങ്ങൾക്ക് ഈ സഹോദരിമാർക്കും വേണം. അത് നൽകിയേ പറ്റൂ. ഭരണകൂടമേ, ഞങ്ങൾക്ക് നീതി നിഷേധിക്കാൻ പാടില്ല. ഈ സിസ്റ്റേഴ്സിനെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണം.
അതുവരെ പ്രതിഷേധം ഉയർത്തി ഞങ്ങൾ ഇവിടെ കാത്തിരിക്കും. നന്ദി. നാം കണ്ടുകൊണ്ടിരിക്കുന്ന സിസ്റ്റേഴ്സിനെ സംബന്ധിക്കുന്ന വാർത്തകൾ, കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന വാർത്തകൾ. എന്താണ് സംഭവിച്ചത്? 2 കന്യാസ്ത്രീകളെ, അവർ ഏതാനും സ്ത്രീകളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നതിനായി ശ്രമിക്കുന്നതായി ഒരാരോപണം. അവർ മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നതായി ആരോപണമുണ്ടെന്ന് കരുതുന്നു. മൂന്നാമതായി, കോടതിയിൽ ചെന്നപ്പോൾ പുതിയൊന്നുകൂടി നാഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അന്വേഷിക്കേണ്ട രാജ്യത്തിനെതിരായ കുറ്റങ്ങളുണ്ടെന്ന് മൂന്നാമത്തേതായ ആരോപണം. ഏതായാലും ആദ്യത്തെ കോടതിയിൽ, മജിസ്ട്രേറ്റ് കോടതിയിൽ അവർക്ക് അധികാരമില്ല എന്ന് പറഞ്ഞ് അവർ ഈ കാര്യം തള്ളിക്കളയുകയാണ് ചെയ്തത്. ജാമ്യത്തിനുള്ള അപേക്ഷ തള്ളിക്കളയുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ജില്ലാ കോടതിയിലെത്തിയപ്പോൾ, എല്ലാ കാര്യങ്ങൾക്കും അധികാരമുള്ള ജില്ലാ കോടതിയിലെത്തിയപ്പോൾ അവിടെയും ജാമ്യം നിഷേധിച്ചു. കാരണം അവരുടെ അഭിപ്രായത്തിൽ ഇത് NIA കോടതിയിൽ, നാഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിക്ക് വേണ്ടിയുള്ള പ്രത്യേക കോടതികളിൽ പരിഗണിക്കേണ്ട കാര്യമാണെന്ന് ആ കോടതി തീരുമാനിച്ചു. എന്നാൽ ഇപ്പോൾ ഇതിനി മുന്നോട്ടെങ്ങനെ എന്ന കാര്യത്തെപ്പറ്റി കൃത്യമായ ഒരു ധാരണയില്ലാത്ത രീതിയാണ് നാം കാണുന്നത്. ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിക്ക് ഈ കാര്യം അന്വേഷിക്കണമെങ്കിൽ അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക അനുവാദം വേണം. ഇതുവരെ അങ്ങനെയൊന്ന് കൊടുത്തിട്ടില്ല എന്ന് നമുക്കറിയാം. ഹൈക്കോടതിയിൽ പോയി ഈ കേസ് ഇല്ലാതാക്കാൻ ഒരപേക്ഷ കൊടുക്കാൻ ആലോചനയുണ്ട്. എന്നാൽ അതും എത്ര ദിവസമെടുക്കും, അത് കോടതിയുടെ മുമ്പിൽ വരാൻ എന്ത് തീരുമാനമാകും എന്നെല്ലാം നിശ്ചയമില്ലാത്തതുകൊണ്ട് ഏത് വഴിയിലാണ് മുന്നതെന്ന് ഇത് ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവസാന തീരുമാനം എടുത്തിട്ടുള്ളതായി തോന്നുന്നില്ല. ഏതായാലും അത് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അതായത് ആളുകളെ നിർബന്ധിച്ച് അല്ലെങ്കിൽ ശക്തി ഉപയോഗിച്ച് പറ്റിച്ച് എങ്ങനെയെങ്കിലും കടത്തിക്കൊണ്ടു പോകാനുള്ള പരിപാടികളെ അതിനെ എതിർക്കുന്ന, അതിനെ ഇല്ലാതാക്കുന്ന നിയമമാണ് നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിൽ, അതായത് പഴയ IPCയിൽ ഉണ്ടായിരുന്നത്. അതനുസരിച്ച് ഇത് വലിയൊരു കുറ്റമാണ്. 7 മുതൽ 10 വരെ വർഷത്തേക്ക് തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കുറ്റമാണ്. മറ്റൊന്ന്, NIA ആക്റ്റിൽ വരികയാണെങ്കിൽ ഇത് രാഷ്ട്രത്തിനെതിരായ ഒരു കുറ്റമാണെങ്കിൽ, അതായത് രാഷ്ട്രത്തിൻ്റെ ഭദ്രത, രാഷ്ട്രത്തിൻ്റെ അഖണ്ഡത, സുരക്ഷ, ഇതിനെല്ലാം എതിരായി വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തികൾ ആരെങ്കിലും ചെയ്താൽ അത് NIAക്ക് അന്വേഷിക്കാവുന്നതാണ്. അതിന് കേന്ദ്ര ഗവൺമെൻറ് അനുമതി വേണം. അതിനുശേഷം NIAയുടെ കേസുകൾ നടത്താനുള്ള പ്രത്യേക കോടതിയിൽ അപേക്ഷ കൊടുക്കുകയും ആ പ്രത്യേക കോടതി കേസ് നടത്തുകയും ചെയ്യേണ്ടതാണ്. അത് 3 മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ അനുഭവിക്കാവുന്ന കേസുകളുണ്ട്. പിന്നെ ഒന്ന് മതപരിവർത്തനത്തിൻ്റേതാണ്. അതായത് നിർബന്ധിച്ച് ആളുകളെ മതം പരിവർത്തനം ചെയ്യുന്നതിനുള്ള കുറ്റമാണ്. അതിന് 3 വർഷം വരെ തടവും, കുട്ടികളെ അതുപോലെയുള്ള സ്ത്രീകളെയൊക്കെ ആണെങ്കിൽ 4 വർഷം വരെ തടവും, പിന്നെ ഫൈനും വേണമെങ്കിൽ ആകാവുന്നതാണ്. ഇതെല്ലാം ഒന്നിൽ കൂടുതലോ കുറ്റങ്ങൾ ഈ കേസിൽ ചേർത്തിട്ടുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? കന്യാസ്ത്രീകൾ ഏതാനും കുട്ടികളെ ജോലിക്കോ മറ്റേതെങ്കിലും കാര്യത്തിനോ കൊണ്ടുപോകുന്ന കാര്യമാണ്. അതിൽ നിർബന്ധിതമായി അവരെ കൊണ്ടുപോവുകയായിരുന്നോ, അവരെ പറ്റിച്ചു കൊണ്ടുപോവുകയായിരുന്നോ, ഭീഷണിപ്പെടുത്തി കൊണ്ടുപോവുകയായിരുന്നോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉള്ളത്. തീർച്ചയായും ഇത് അവരുടെ മനസ്സോടുകൂടിയാണെന്ന് നമ്മുടെ വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മുടെ സിസ്റ്റേഴ്സ് ഒരു കാരണവശാലും കുട്ടികളെ നിർബന്ധമായി അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകുമെന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുകയില്ല. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, രാജ്യദ്രോഹപരമായി എന്താണ് നാം ചെയ്യുന്നത്? ബൈബിൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ
പഠനത്തിനാവശ്യമായ കാര്യങ്ങൾ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, ചികിത്സയ്ക്ക് വേണ്ട എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യസ്നേഹപരമായ കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ സിസ്റ്റേഴ്സ് രാജ്യദ്രോഹപരമായി എന്ത് ചെയ്തു എന്നാണ്? തീർച്ചയായും അത് നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇത് തീർച്ചയായും മറ്റ് ചില കാരണങ്ങൾ കൊണ്ട് വന്നിരിക്കുന്നതാണ്. മതപരിവർത്തനം എന്നത് തീർച്ചയായും ഒരു പ്രദേശത്തെ സാമൂഹിക വ്യവസ്ഥയിൽ ചില ചലനങ്ങളുണ്ടാകും, അതായത് ഡിസ്റപ്ഷൻസ് ഉണ്ടാക്കും. അതായത് നമ്മുടെ നിലവിലുള്ള വ്യവസ്ഥയിൽ ചില മാറ്റങ്ങൾ വരുമ്പോൾ ആ വ്യവസ്ഥയുടെ ഗുണമനുഭവിക്കുന്ന ആളുകൾ എപ്പോഴും അതിനെ എതിർക്കും. അത് എല്ലാ സമൂഹങ്ങളിലും എല്ലാ കാലങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ നിയമം, അതായത് ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട് എന്ന് പറയുന്ന ആക്ട് അനുസരിച്ചാണ് ഇപ്പോൾ ഈ മതപരിവർത്തനത്തിനെ എതിർക്കുന്നത്. അത് കുറേ കാലമായിട്ടുള്ളതാണ്, 2006 മുതലെങ്കിലും തീർച്ചയായിട്ടും അതുണ്ട്. പക്ഷേ ഇപ്പോൾ ചിലർക്ക് ഇതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന ആളുകളുടെ പിന്തുണ കിട്ടും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അത് നമ്മുടെ ആളുകൾക്ക് അത് മനസ്സിലാക്കി പ്രവർത്തിച്ച് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് കിട്ടുന്ന സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് മുന്നോട്ട് പോവുക. ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനം എത്ര കാലം തുടരുന്നോ അപ്പോൾ മാത്രമേ തീർച്ചയായും നമുക്കിതൊക്കെ അനുഭവിക്കാൻ കഴിയൂ. റഷ്യയിലോ ചൈനയിലോ ഉത്തര കൊറിയയിലോ ഒന്നും നമുക്ക് മതപരിവർത്തനമെന്നല്ല ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ടാവുകയില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സ്വഭാവം നിലനിൽക്കുന്നിടത്തോളം കാലം അത് പരിരക്ഷിക്കുന്നതിന് നമുക്ക് കൂടി ഉത്തരവാദിത്വമുണ്ട്. അത് പരിരക്ഷിച്ച് നമ്മുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തിന് നമ്മുടെ ചിന്തകൾ, നമ്മുടെ മതപരമായ ആശയങ്ങൾ, നമുക്ക് ജനങ്ങൾക്ക് ചെയ്യാവുന്ന ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണമെങ്കിൽ നാം ഒത്തൊരുമിച്ച് നമുക്ക് എതിരെ ഇന്ന് വന്നിരിക്കുന്ന ഈ ഭീഷണിയെ നേരിടുകയും അതിനെ നിയമപരമായ ഭരണഘടനാപരമായ മുന്നേറ്റങ്ങൾ നടത്തി നമുക്ക് ഈ സിസ്റ്റേഴ്സിനെ പുറത്തു കൊണ്ടുവരാനും നമുക്ക് തുടർന്നും നമ്മുടെ നിയമപ്രകാരമുള്ള ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന നിയമപ്രകാരമുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയട്ടെ. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള 2 മലയാളി സിസ്റ്റേഴ്സ്, സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതി മേരിയും കഴിഞ്ഞ വെള്ളിയാഴ്ച ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തു. ഇവരെന്തിനാണ് അറസ്റ്റ് ചെയ്തത്? എന്ത് തെറ്റാണ് ഇവർ ചെയ്തത്? ഇല്ലാത്ത തെറ്റുകൾ ഇവരിൽ ചാർത്തി വെറുതെ ഇവരെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. നൂറ്റാണ്ടുകൾ മുന്നേ നമ്മളുടെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം മുക്കിലും മൂലയിലും മിഷണറീസായിട്ട് ക്രിസ്ത്യൻ സന്യസ്തർ ഇന്നും മിഷണറി പ്രവർത്തനങ്ങൾ ചെയ്തു വരികയാണ്. ഇവരെന്തിനാണ് ഈ മിഷണറി പ്രവർത്തികൾ ചെയ്യുന്നത്? ഇവർക്ക് സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും നേടുന്നുണ്ട്? ഇവർ ഒരിക്കലുമില്ല. ദൈവമക്കൾക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി അവർ സ്വയം അവരുടെ ജീവിതങ്ങൾ സാക്രിഫൈസ് ചെയ്ത് അവരുടെ ജീവിതത്തിന് നല്ല കുറേ ദിനങ്ങൾ സാക്രിഫൈസ് ചെയ്ത് അവർ ദൈവത്തിന് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിശുദ്ധ മദർ തെരേസനെ നോക്കിയാൽ മതി. കൽക്കത്തയിലെ മദർ തെരേസ, തെരുവിൻ്റെ അമ്മ എന്നൊക്കെ നമ്മൾക്കറിയാം. മദർ തെരേസ ക്രിസ്ത്യാനി സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ക്രിസ്ത്യൻ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ആ തെരുവിൽ ഇറങ്ങിയിരുന്നതെങ്കിൽ ഇന്ന് തെരുവിൻ്റെ അമ്മ എന്ന് അറിയപ്പെടില്ലായിരുന്നു. ഓരോ മതഭേദമന്യേ ഓരോ മക്കൾക്കും വേണ്ടി തെരുവിലിറങ്ങി പലരോടും യാചിച്ചും എല്ലാമാണ് ആ മക്കളെ ആ അമ്മ പോറ്റിയത്. മത തീവ്രവാദികൾ പറഞ്ഞു വരുത്തുന്നത് പോലെ, പ്രചാരിപ്പിക്കുന്നത് പോലെ ഇതര മത ദ്വേഷികളോ വിഭക്തിയുടെ വക്താക്കളോ അല്ല, മനുഷ്യ മക്കളെ സ്നേഹിക്കുന്നവരാണ് സന്യസ്തർ. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ കയ്യിൽ മാരകമായ ബോംബോ അതേപോലത്തെ തോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ കയ്യിലുണ്ടായിരുന്നതായിക്കൂടെ ബൈബിളും കൊന്തയുമാണ്. വിശ്വാസത്തിൻ്റെ ഭാഗമായ ദൈവിക നാമം സ്വീകരിച്ച ക്രിസ്ത്യാനികൾക്ക് ഒരിക്കലും ഒരു വ്യക്തിയെയും കൊല്ലാനോ ആക്രമിക്കാനോ ഇറങ്ങിത്തിരിക്കാറില്ല. വിശക്കുന്നതിന് ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്നതിന് വെള്ളം കൊടുക്കുക, വസ്ത്രമില്ലാത്തതിന് വസ്ത്രം കൊടുക്കുക, പാർപ്പിടമില്ലാത്തതിന് പാർപ്പിടം കൊടുക്കുക, രോഗികളെയും തടവുകാരെയും സന്ദർശിക്കുക, അവശരെ
ശുശ്രൂഷിക്കുക എന്നിങ്ങനെ ആണ് സന്യസ്തർ അവരുടെ ജീവിതം തന്നെ മാറ്റിവെച്ചിരിക്കുന്നത്. ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നതാണോ ഇവർ ചെയ്യുന്ന തെറ്റ്? കേബിളൊക്കെ ശ്രദ്ധിച്ചോണം, കേബിള്. ഛത്തീസ്ഗഡിൽ തുറങ്കിലടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകളുടെ മോചനത്തിനായുള്ള വ്യത്യസ്തമായൊരു സമരമാണ് നമ്മൾ കണ്ടത്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ.